أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين ليجزي الذين آمنوا وعملوا الصالحات أولئك لهم مغفرة ورزق كريم. الحمد لله الذي معز من أطاع ومذل من أصاب، والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين آمين. സൂറത്ത് സബ, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂക്തമായ 54 ആയത്തുകളുള്ള സൂറത്തു സബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ മക്ക കാലഘട്ടത്തിൽ ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തു സബ. ഇതിലെല്ലാ ആയത്തുകളും മക്കിയയാണ് എന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളുടെയും അഭിപ്രായം. എന്നാൽ ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്ന ഇതിലെ ഒരു ആയത്ത് മദനി കാലഘട്ടത്തിൽ അവതരിച്ചതാണ് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ കാണും. ഇൻഷാ അല്ലാഹ് അത് ആ ആയത്തെത്തുന്ന സമയത്ത് നമുക്ക് അതിന് കൂടുതൽ വിശദീകരിക്കാം. ഏതായാലും മക്കിയയായ സൂറത്തുകളുടെ പ്രത്യേകത നമുക്കറിയാം. അതിലധികവും പ്രതിപാദനം തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. അതുപോലെ തന്നെ ആഖിറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ്. മുൻകഴിഞ്ഞു പോയ പല സമുദായങ്ങളെയും അള്ളാഹു നശിപ്പിച്ച കഥകളെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വല്ലാതെ സ്വാധീനിക്കുന്നതും അത് പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവരുന്നതും ആക്കി തരുമാറാവട്ടെ. സബ എന്ന് പറഞ്ഞാൽ അതൊരു ജനതയുടെ, ഒരു ഗോത്രത്തിന്റെ പേരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സംഭവ ബഹുലമായ സബഇന്റെ ചരിത്രം, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ അവർ നന്ദികേട് കാട്ടിയപ്പോൾ റബ്ബ് അവരെ പിടികൂടിയ റബ്ബിന്റെ ശിക്ഷ, അത്തരം കാര്യങ്ങൾ അള്ളാഹു വളരെ സവിസ്തരം ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നു, പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം മുഫസ്സിറുകളും ഈ സൂറത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സൂറത്തു സബ. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകൾക്ക് നാമം നൽകൽ അപ്രകാരമാണ്. ചില പ്രത്യേക സംഭവങ്ങളെ സംബന്ധിച്ച് ആസ്പദമാക്കി നാമങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അധികവും ആദ്യത്തെ ആയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് പലപ്പോഴും അതിന്റെ നാമകരണം ചെയ്യപ്പെടാറുമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതും അങ്ങനെയാണ്. ഏതായാലും 54 ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്. നമ്മളിന്ന് പാരായണം ചെയ്തത് 4 ആയത്തുകളാണ്. ആ 4 ആയത്തുകൾ ഒന്നിനോട് തുടർത്തിപ്പോരുന്ന ആയത്തുകളാണ്. അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ കഴിവ് എത്രമേൽ വിശാലമാണെന്നും ആ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്രമാത്രം നന്ദി ഉള്ളവരായി തീരണമെന്നും അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ. അൽ ഹംദു എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പലതും നമുക്ക് കാണാം. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. സൂറത്തുൽ കഹ്ഫ് അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞിട്ടാണ്. ഇതുപോലെ അൽഹംദു കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തു സബ. ചില സൂറത്തുകൾ സുബ്ഹാനല്ലാഹ് എന്നുള്ള നിലയ്ക്ക് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന തസ്ബീഹുകൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്, തഹ്മീദുകൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. ഇവിടെ തഹ്മീദ് കൊണ്ട് തുടങ്ങിയ സൂറത്താണ്. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ റബ്ബ് പറയാൻ അൽഹംദുലില്ലാഹ്. എന്താ അൽഹംദുലില്ലാഹ്? സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു ഒരു ഖുർആൻ എന്ന ലോകത്തെ
റബ്ബ് തുറന്നു വെക്കുന്ന ആദ്യം ഓപ്പൺ ചെയ്തു വെച്ച സൂറത്തിൽ ആദ്യം ഖുർആനിൽ അള്ളാഹു ആദ്യം മുസാഫിൽ രേഖപ്പെടുത്തിയ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദ് എന്നാണ് മുസാഫിന്റെ ആദ്യത്തെ ആയത്ത്. അതാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ അലിഫ് ലാം. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി എന്നർത്ഥം. അൽഹംദ് എന്ന് പറഞ്ഞാൽ സർവസ്തുതി എന്നർത്ഥം കിട്ടും. ആ അലിഫ്ലാമിന് ഭാഷാ പണ്ഡിതന്മാർ പറയും അത് ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാണ്. ഇസ്തിഗ്റാഖ് എല്ലാം ഉൾക്കൊള്ളുന്ന സ്തുതി കീർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ആർക്കാണ്? ഇല്ല, അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹുവാണ് അതിനർഹൻ. അല്ലെ, നന്ദി ചെയ്യപ്പെടാനും സ്തുതിക്കപ്പെടാനും അള്ളാഹുവാണ് അർഹൻ. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹ് ചെയ്തിട്ടുണ്ട് ഈ ലോകത്ത്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. റബ്ബ് പറയാം അള്ളാഹുവാണ് സ്തുതിക്കപ്പെടേണ്ടവൻ. അൽഹംദുലില്ലാ. ഇനി എങ്ങനെയുള്ള അള്ളാഹ്? അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹ്? ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റെതാണ്. എന്താ ലഹു? ലഹു മുൽക്കു എന്നൊക്കെ ഉപയോഗിക്കാം. ലഹു എന്ന് പറഞ്ഞാൽ അവനുള്ളതാണ്, അവന്റെ അധികാരത്തിനാണ്, അള്ളാന്റെ ആണ്. ആകാശങ്ങളിലുള്ള, ആകാശം ഭൂമി എന്നല്ല, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും സർവ്വചരാചരങ്ങളും അള്ളാഹുവിൻ്റെതാണ്. ഇതിനെ മുഴുവൻ പടച്ചതാരാണ്? അള്ളാഹുവാണ്. അതുപോലെ ഇതിന്റെ ഖാലിഖ് അള്ളാഹുവാണ്. സൃഷ്ടാവും അധികാരിയും അള്ളാഹു ആകുമ്പോ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടാൻ അർഹൻ ആരാൻ? അള്ളാഹ് മാത്രമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാണ്. ഈ സൂറത്തിന്റെ സവിശേഷതയും അതാണ്. റബ്ബ് പറയുന്നു വലഹുൽ ഹംദു ഫിൽ ആഖിറ. ആഖിറത്തിലും സ്തുതി കീർത്തനം അവനാകുന്നു. അപ്പൊ ദുനിയാവിലുള്ള എല്ലാ സ്തുതി വാക്യങ്ങളും അള്ളാഹുവിനുള്ളത്. കാരണം ഇതിന് മുഴുവൻ പടച്ചു വെച്ചതും അല്ലെ മനുഷ്യരെ ആഖിറത്തിന്റെ ബോധം നൽകി സുഖലോലുപതയിൽ മുത്തഖീങ്ങൾക്കും അതുപോലെ തന്നെ സത്യനിഷേധികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയും ഒരുക്കി ആഖിറത്ത്. അതിന്റെയും ഒക്കെ അധികാരി ആരാൻ? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനാണ് പരലോകത്തുള്ള സ്തുതി കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമുണ്ട്. വലഹുൽ ഹംദു ഫിൽ ആഖിറ. ആഖിറത്തിലെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാം. ദുനിയാവിൽ നമ്മൾ പറയും, ദുനിയാവിൽ പറയണം എന്നാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് നന്ദി ചെയ്യലല്ലേ. നമ്മള് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ആരെങ്കിലും നമുക്കൊരു എന്തെങ്കിലും സഹായം ചെയ്തു തന്നാൽ നമ്മളൊരു താങ്ക്സ് പറയും. എത്ര നല്ല അല്ലെ, പുഞ്ചിരിക്കുന്ന മുഖവുമായി താങ്ക്സ് പറയുന്നവരാ നമ്മൾ. മുഅ്മിനാണെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണമെന്നാ. ഒരാൾ എന്തെങ്കിലും ഒരു ഗുണം ചെയ്തെന്ന് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു ജസാക്കല്ലാ, അള്ളാഹു നിനക്ക് ജസാ നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ, ഖൈറ നല്ലത് നൽകട്ടെ. റസൂൽ ഒരിക്കൽ പറഞ്ഞത് ആ പ്രാർത്ഥനയുടെ ഫലം അഥവാ അത് ചൊല്ലിയ ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ ആ പ്രാർത്ഥനയെ അയാൾ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല എന്നാണ്. എത്ര ചെറിയ നിസ്സാരമായതിന് നമ്മൾ എന്ത് ചെയ്യണം? ജസാക്കല്ലാഹു ഖൈറ. അല്ലെ, ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഏത് കാര്യം ജീവിതത്തിൽ ഒരാളുടെ സഹായം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് പോയിട്ടില്ല. നമ്മൾ മനുഷ്യരാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഒന്നിന്റെ അള്ളാഹു സമദാൻ, പക്ഷെ നമ്മൾ സമദല്ല. അല്ലേ, നമുക്ക് പലരുടെയും തുണ വേണ്ടി വരും, പല ഇണകൾ വേണ്ടി വരും, പലരുടെയും സഹായങ്ങൾ വേണ്ടി വരും ഭൗതികമായി. അപ്പോൾ ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാന്യതയും മര്യാദയും പഠിപ്പിച്ചവൻ. റസൂലുള്ളാഹി പറഞ്ഞു മുഅ്മിനാണോ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണമെന്ന്. അപ്പോൾ മനുഷ്യന്മാർ ചെയ്തു തന്ന സഹായങ്ങൾക്ക് നമ്മൾ അത്രമേൽ നന്ദിയുള്ളവരാണെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ എല്ലാം ഒരുക്കി തന്ന നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി ചുറ്റിലും പലതിനെയും സൃഷ്ടിച്ച് അള്ളാഹുവിന് എത്രമാത്രം കടപ്പെട്ടവനാണ്. അതാണ് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവൻ അയാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവന്റെ സ്ഥാനമാണ്, പകല് മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവന്റെ സ്ഥാനമാണ്. അള്ളാഹു അത്രക്കും പരിഗണന ആർക്ക് നൽകുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ ആ സംഭവം പറഞ്ഞുവെങ്കിൽ സ്തുതി കീർത്തനങ്ങൾ ചില്ലറയല്ല. നമസ്കാരം കഴിഞ്ഞാൽ 33 തവണ അള്ളാഹിനെ സ്തുതിക്കാൻ അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. വെള്ളം കുടിക്കുമ്പോൾ അല്ലെ, വസ്ത്രം എടുക്കുമ്പോൾ എന്താ? അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദാ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അള്ളാഹിനെ അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവന്റെ ജീവിതത്തിലെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുന്നു. അപ്പോൾ ഒരുപാട് ഹംദിന്റെ പ്രതിഫലങ്ങളും അതിന്റെ നേട്ടങ്ങളും റസൂലുള്ളാഹി പറഞ്ഞു. ഇവിടെ റബ്ബ് അത് ഓർമ്മിപ്പിക്കുകയാണ്. ആഖിറത്തിലും അള്ളാഹു സ്തുതിക്കപ്പെടേണ്ടവനാണ്. ആഖിറത്തിലും സത്യവിശ്വാസികൾ സ്തുതിക്കുന്നു. നമ്മളെ അവസാനത്തെ ദുആ ഹംദ് എന്ന് പറഞ്ഞാൽ അതൊരു ദിക്റുമാണ്, അതൊരു ദുആയുമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പ്രകീർത്തിക്കലല്ലേ, അതൊരു ദിക്റായിട്ടാണ് എന്ത് ചെയ്തത് പണ്ഡിതന്മാരെ അതിനെ പരിചയപ്പെട്ടു. പക്ഷെ അൽഹംദുലില്ലാ എന്ന ദിക്ർ മാത്രമല്ല, അതൊരു ദുആ കൂടിയാണ്. എന്താ ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തേട്ടം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ റബ്ബേ ഈ അനുഗ്രഹം നിലനിൽക്കണേ എന്നുള്ള ഒരു ദുആ കൂടി ഉണ്ട്. മാത്രമല്ല ഹംദ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹ് അനുഗ്രഹത്തിൽ വർധനവ് നൽകില്ല. ഇൻ ശകർത്തും ലാ അസീദന്നക, അള്ളാഹ് ഇനിയും കുറെ തരണേ, ഈ അനുഗ്രഹത്തിൽ റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ. അതൊരു ദുആ കൂടിയാണ്. ഹംദ് എന്ന് പറഞ്ഞാൽ ദിക്റുമാണ്, അതൊരു ദുആയുമാണ്.
ആഖിറത്തിലെ വിശ്വാസികളുടെ അവസാനത്തെ ദുആ എന്നാണ്. അള്ളാഹ് ഇതിന് ഭാഗ്യം തരട്ടെ. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിൽ കടന്നിട്ട് സ്വർഗസ്ഥരായ മുഅ്മിനീങ്ങൾ പറയുന്ന അവസാനത്തെ പ്രാർത്ഥന വആഖിറു ദഅവാഹും, അവരുടെ അവസാനത്തെ തേട്ടം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിന. അപ്പൊ ആഖിറത്തിലെ ഹംദ് മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിനെ സ്തുതിക്കേണ്ടവരാണ്, സ്തുതിക്കുന്നവരാണ്. ആ സ്തുതി കീർത്തനങ്ങൾക്ക് അള്ളാഹു അർഹനാണ്. നമ്മൾ അതിൽ ബാധ്യസ്ഥരാണ്. എന്നിട്ട് റബ്ബ് പറയാം വഹുവൽ ഹകീമുൽ ഖബീർ. വഹുവൽ ഹകീമുൽ ഖബീർ. എന്താ ഹക്കീം? അള്ളാഹു അങ്ങേയറ്റ അഗാധജ്ഞാനി എന്നർത്ഥം. അഗാധജ്ഞാനി എന്ന് പറയുന്നത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തത്വജ്ഞാനത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു അങ്ങേയറ്റം അറിവുള്ളവൻ എന്നുള്ളതിന് അൽ ഹക്കീം എന്ന് ഉപയോഗിക്കാറുണ്ട്. അൽ ഖബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സൂക്ഷ്മജ്ഞാനിയുമാണെന്ന്. അപ്പോൾ സൂക്ഷ്മജ്ഞാനി, അഗാധജ്ഞാനി, ഈ രണ്ട് സിഫത്ത് വെറുതെ ചേർത്തതല്ല വിശുദ്ധ ഖുർആനിൽ. രണ്ടിന്റെയും വിശാലത പരിശോധിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഭൂമിയിലുള്ള മുക്കും മൂലകളെ പറ്റി നന്നായി അറിയുന്നവൻ, ഈ ഭൂമിയിലുള്ള ഓരോ സംഗതിയെ പറ്റി നന്നായി അറിയുന്ന, ഓരോ കാര്യത്തിന്റെ അവസ്ഥകളെ പറ്റി അറിയുന്നവൻ. ഭൂമിയിൽ മാത്രമല്ല ആകാശങ്ങളിലുള്ളതും. അതിൽ നമ്മൾ പറയുന്നത് മാഫി സമാവാതി മാഫിൽ അർദ്. അപ്പൊ അങ്ങനത്തെ ഒരു അള്ളയാണ് നമ്മളാൽ എന്ത് ചെയ്യുന്നത്? സ്തുതിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു അള്ളയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ അള്ളയാണ് നമുക്ക് മാർഗദർശനം നൽകിയത്. ആ അള്ളയാണ് നമുക്ക് ഇഹപര ജീവിതങ്ങൾ സമ്മാനിക്കുന്നത്. ആ അള്ളാഹിനെ പറ്റി റബ്ബ് ഓർമ്മിപ്പിക്കും വഹുവൽ ഹക്കീമുൽ ഖബീർ. അവൻ അഗാധജ്ഞാനിയും അൽ ഖബീർ സൂക്ഷ്മജ്ഞാനിയുമാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ലബോറട്ടറികൾക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇടക്കിടക്ക് പറയുന്നത് അല്ലേ? മഖ്ബർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത്രക്കും മൈക്രോസ്കോപ്പ് വെച്ചൊക്കെ സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നതിനാണ് അങ്ങനെ ഉപയോഗിക്കുക. അള്ളാഹു അതിനും അപ്പുറത്തുള്ളതിനെ അറിയുന്നവനാണെന്ന്. അള്ളാഹിനെ പറ്റിയാണ് അള്ളാഹ് പറയുന്നത് യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ. യഅലമു, അവൻ അറിയുന്നു. അലിമ യഅലം, അവൻ അറിയുന്നു. മാ യലിജു ഫിൽ അർള്, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. വലജ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദഖല എന്നാണ്. വലജ യലിജു, ഭൂമിയിൽ. അപ്പൊ ഖുർആനിൽ അള്ളാഹ് ഉപയോഗിച്ച വാക്കാണ് അത്. യൂലിജുൽ ലൈല ഫിന്നഹാർ, രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നവൻ. ഔലജ അല്ലെ, അതിൻ്റെ വലജ പ്രവേശിച്ചു, ഔലജ പ്രവേശിപ്പിച്ചു എന്ന്. അതിന്റെ മുതാരിയാണ് യൂലിജു. ഇവിടെ വലജന്റെ മുതാരിയാണ് യലിജു. എന്ത്? ഭൂമിയിൽ. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥന അൽഹംദുലില്ലാഹി ലദി വലജ്ന എന്ന് പറഞ്ഞിട്ട് ചിലൊരു പ്രാർത്ഥന റസൂലുള്ളാഹി പറഞ്ഞു. വീട്ടിലേക്ക് ബിസ്മില്ലാഹി വലജ്ന, ഞങ്ങളിതാ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. വലജ എന്നുള്ള വാക്ക് ഹദീസിലും വന്നു, ഖുർആനിലും വന്നു. അത് മറക്കാക്കാനാണ് ഓർമ്മിപ്പിച്ചത്. യഅലമു മാ യലിജു ഫിൽ അർദ്, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനെ അവൻ അറിയുന്നു. എന്താ ഭൂമിയിലേക്ക് പ്രവേശിക്കുക? ആകാശത്തു നിന്നിലെ വെള്ളം ഭൂമിയിലേക്ക് വരാറുണ്ട്. മാത്രമല്ല ഭൂമിനെ ഇവിടെ ആകാശത്ത് നിന്ന് തന്നെ മാത്രം ഭൂമിയുടെ ഉള്ളിലേക്ക് മരിച്ച മയ്യത്ത് പോകാറില്ലേ? ഭൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നതാണ്. മാത്രവുമല്ല ധാന്യമണികൾ, മനുഷ്യർ കുഴിച്ചിടുന്ന ധാന്യമണികൾ, അതിനപ്പുറത്ത് ഓരോ വസ്തുക്കളെയും ഓരോ കാര്യങ്ങൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്ന പലതിനെയും എന്തെല്ലാം സംഗതികളുണ്ട് ഭൂമിന്റെ ഉള്ളിൽ, അതിനെപ്പറ്റി നന്നായി അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാൻ. നേരത്തത് വമാ യഖ്റുജു മിൻഹ, അതിൽ നിന്ന് പുറത്തു വരുന്നതിനെ പറ്റിയും. ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്തെല്ലാം സംഗതികളുണ്ട് അല്ലെ? പല ധാതുക്കളില്ലേ, സ്വർണം, വെള്ളി, മറ്റുള്ള തുടങ്ങിയ അല്ലെ, പെട്രോളിയം എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയുടെ പുറത്തേക്ക് മനുഷ്യൻ കുഴിച്ചെടുക്കുന്നു. ഇതിനെപ്പറ്റിയൊക്കെ നന്നായി അറിയുന്നു. ഓരോ കാര്യത്തെ സംബന്ധിച്ചും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ല. ചില ആളുകൾ ഇത് മൊത്തത്തിലുള്ളൊരു അറിവല്ല, അല്ല, ഓരോന്നിനെ പറ്റിയും ഇറങ്ങുന്നത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതും അതിൽ നിന്ന് പുറത്തേക്ക് പൊട്ടി മുളക്കുന്ന ഒരു ധാന്യമണിയെ പോലും അള്ളാഹു എന്ത് ചെയ്യുന്നു? ഒരു സസ്യലതാദിയെ പോലും അള്ളാഹു അറിയുന്നു എന്നാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടും. വമാ യൻസിലു മിനസ് സമാ, വമാ യൻസിലു മിനസ് സമാ, ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും. ഇപ്പൊ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയതും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത്. ആകാശത്ത് നിന്ന് ഇറങ്ങുക മഴ, മലക്കുകള്, അതുപോലെ തന്നെ പിന്നെന്താ ആകാശത്ത് അല്ല മനുഷ്യർക്കുള്ള റിസ്കുകള്, പിന്നെന്താ ആകാശത്ത് നിന്ന് അള്ളാഹു അവതരിപ്പിക്കുന്നത്? അറിവ് വേദഗ്രന്ഥം, വേദഗ്രന്ഥല്ലേ ജിബ്രീൽ, മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ അവിടെ പറഞ്ഞു കിതാബ്. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന സകലതിനെ പറ്റിയും അള്ളാഹു എന്താണ്? അറിയുന്നവനാണ്. ഇനി വേറെ അതിന്റെ അടുത്ത വായത്തു വമാ യഅറുജു ഫീ, ആകാശത്തിലേക്ക് കയറി പോകുന്നു അല്ലെ, മലക്കുകൾ കയറിപ്പോകും. ഇവിടെ ഭൂമിയിലുള്ള മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകും. റൂഹുകൾ കയറിപ്പോകും. നമ്മുടെ റൂഹ് അല്ലെ, മരണപ്പെട്ടവന്റെ ആത്മാക്കളല്ലേ, ഉറങ്ങിക്കിടക്കുന്നവന്റെ റൂഹ് വരെ ആകാശത്തേക്ക്. നമ്മുടെ കർമ്മങ്ങൾ മുകളിലേക്ക് ഉയർത്തപ്പെടും. ഇനി നമ്മൾ കാണുന്ന പല സംഗതികളില്ലേ, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പോകുന്ന എന്തെല്ലാം സംഗതികൾ ഇന്ന് അല്ലെ. ചില മുഫസ്സിറുകൾ പറഞ്ഞു അവിടെ റോക്കറ്റുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ആധുനിക തഫ്സീറുകൾ കാണാം.
വിമാനങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കാണാം. ഭൂമിയിൽ നിന്ന് ആകാശങ്ങളിലേക്ക് ഉയരുന്ന സകലതിനെയും സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ ലോകത്തുള്ള എല്ലാ സംഗതിയെയും വിടാതെ റബ്ബ് പറയാൻ, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതും, ആകാശത്തിലേക്ക് ഇറങ്ങുന്നതും ആകാശത്തിലേക്ക് കയറി പോകുന്നതും, ഇതിനെ പറ്റിയൊക്കെ നന്നായി യഅലമു, അവൻ അറിയുന്നു, അവൻ ആലിമാണ് എന്നർത്ഥം. റബ്ബ് പറയാൻ വഹുവർ റഹീം, അവർ റഹീമാണ്. എന്താ റഹീം? റഹീമും റഹ്മാനും നമുക്കറിയാം. എന്താ റഹീം അല്ലെ? കരുണാനിധി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ എന്ന് പറയും. എല്ലാത്തിലേക്കും റഹ്മത്ത് ചെയ്യുന്നു. അർ റഹീം എന്നാൽ ചില മുഫസ്സിറുകൾ പറഞ്ഞു മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ചില മുഫസ്സിറുകൾ അതിനെ വ്യാഖ്യാനിക്കുക. അഥവാ നന്നായി റഹ്മത്ത് ചെയ്യുന്നവൻ. അള്ളാന്റെ റഹ്മത്താണ് സകലതും. ആകാശത്ത് നിന്ന് ഇറങ്ങണതും അല്ലെ, ഭൂമിയിലേക്ക് പോകുന്നതും ആകാശത്തിലേക്ക് കയറി പോകുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഈ ഇന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ അറിയുക എന്ന് പറയുന്നത് തന്നെ റബ്ബിന്റെ റഹ്മത്താണ്. വഹുവർ റഹീം, അവൻ കരുണാനിധിയാണ്. അങ്ങനത്തെ കരുണാനിധി. അൽ ഗഫൂർ, അള്ളാഹിന്റെ അടുത്ത ഇസ്മും കൂടിയാണ് റബ്ബ്. അൽ ഗഫൂർ. എന്താ അൽ ഗഫൂർ? പൊറുക്കുന്നവൻ, അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. ഗാഫിർ എന്നുള്ള വാക്കിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തി. ഗഫാർ എന്ന് പറഞ്ഞു അല്ലെ, യഗ്ഫിറു ദുനൂബ എന്ന് പറഞ്ഞു. ഇവിടെ അൽ ഗഫൂർ എന്ന്. എത്ര രീതിയിൽ അള്ളാഹുന്റെ മഗ്ഫിറത്തിനെ പറയാൻ, ഇതിങ്ങനെ ചോദിച്ചാൽ മതി. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് നൽകുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ്. റസൂലുള്ളാഹി പറയുന്നു, ദിവസവും 100 തവണ ഞാൻ അള്ളാഹിനോട് എന്ത് ചെയ്യാറുണ്ട്? മഗ്ഫിറത്തിനെ ചോദിക്കാറുണ്ട്. ഒരു ഹദീസിൽ കാണാൻ, ഞാൻ 70 തവണ അള്ളാഹിനോട് ഞാൻ മഗ്ഫിറത്തിനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു ഗഫൂറാണ്. അത് പരിചയപ്പെടുത്താണ്. ജീവിതത്തിൽ തിന്മകളും ഇങ്ങനെയൊക്കെ റബ്ബ് നന്നായി നമ്മൾ അറിയും, വീക്ഷിക്കും, അറിയുന്നവനാണെന്ന് അറിയുമ്പോഴും ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള മനസ്സാണ് അള്ളാഹ് ചെയ്യുന്നത്, നമ്മളെ തട്ടി ഉണർത്തുന്നത്. അള്ളാഹു ഗഫൂറാൻ, അവർ റഹീമാൻ. അവന്റെ റഹ്മത്ത് ഇങ്ങനെ വിശാലമായി നമ്മളിൽ എന്ത് ചെയ്യുന്നു? ചുറ്റിപ്പൊതി. വസിഅത്ത് റഹ്മത്തി കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമാണെന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പൊ റബ്ബിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച്, മഗ്ഫിറത്തിനെ സംബന്ധിച്ച് അല്ലെ, അള്ളാഹുവിന്റെ അഗാധ ജ്ഞാനത്തെ സംബന്ധിച്ചൊക്കെ അള്ളാഹ് എന്ത് ചെയ്തു? ഈ 2 ആയത്തുകൾ ഉണർത്തിയിട്ട് റബ്ബ് പറയാണ്. ഇതെന്തിനാണെന്നറിയോ? അള്ളാഹിന്റെ കഴിവ് ഇങ്ങനെ പറഞ്ഞു പോയത്. ഇതിനൊക്കെ നിഷേധിച്ച അള്ളാഹു ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അള്ളാഹുവിന്റെ കഴിവുകൾ അറിഞ്ഞിട്ടും അതിന് അഹങ്കാരം കാണിച്ച ഒരു ജനതയെ ഉണർത്താനാണ്. അതാണ് ഇനി അടുത്ത ആയത്ത്. വഖാലല്ലദീന കഫറു, വഖാലല്ലദീന കഫറു. ആരെ കാഫിർ? സത്യനിഷേധികൾ. കഫറ എന്നുള്ള വാക്ക് ഖുർആനിൽ നന്ദികേടിനും ഉപയോഗിച്ചിട്ടുണ്ട്, കർഷകനും ഉപയോഗിച്ചിട്ടുണ്ട്. കർഷകൻ കാഫിർ. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യനിഷേധി എന്ന് അർത്ഥമുണ്ട്, കർഷകൻ എന്നും അർത്ഥമുണ്ട്. മൂടി വെച്ചവനെന്ന്. ശരിക്കും അതിന്റെ അർത്ഥം മറച്ചു വെക്കുക, മൂടി വെക്കുക എന്നാണ്. ഒരു വിത്ത് മണ്ണിന്റെ ഉള്ളിൽ മൂടി വെക്കുന്നവനാണ് ആര്? കാഫിർ, കർഷകൻ. അഅജബൽ കുഫാറ നബാതു, അള്ളാഹ് പറയാണ്. മറ്റേ ഇവർക്ക് ഉണ്ടായ നീർഷ്യതയെ സംബന്ധിച്ച്, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നപ്പോൾ ഉണ്ടായപ്പോൾ അവരെ സംബന്ധിച്ച് കുഫാറ നബാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർഷകർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു. ഇന്ന് നന്ദികേടിന് ഉപയോഗിച്ചിട്ടുണ്ട് കഫറ എന്നുള്ള വാക്കില്ല. ഇൻ ശക്കർത്തും ലാ അസീദന്നകും വഇൻ കഫർത്തും, നന്ദികേട് കാട്ടിയ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ശക്കറ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കഫറ എന്ന് ഉപയോഗിച്ചു. ഇവിടെ അധികവും മക്കയിലെ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട് കഫറ എന്ന് ഉപയോഗിച്ചിട്ട് അവരുടെ സത്യനിഷേധത്തെ സംബന്ധിച്ചാണ്. ആഖിറത്തിനെ നിഷേധിച്ചവരാണ്. അള്ളാഹിനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ പല കഴിവുകളെയും അള്ളാഹ് ഉയർത്തിനേൽപ്പിക്കുമെന്ന റബ്ബിന്റെ കഴിവിനെ അവർ നിഷേധിച്ചു. ആഖിറത്തിൽ ഉയർത്തിനേൽപ്പിക്കപ്പെടുമെന്നുള്ളതിനെ നിഷേധിച്ചു. അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നു. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലാ തഅതീന സ്സാഅതു. എന്താ അസ്സാഅ? അന്ത്യസമയത്തിന്റെ മറ്റൊരു പേര്, അന്ത്യനാൾ, അന്ത്യസമയം. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പല പേര് അള്ളാഹ് പരിചയപ്പെടുത്തിയതാണ് എന്ത്? അന്ത്യസമയം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു മഹാസംഭവമാകുമ്പോഴാണ് അതിനെന്ത് ചെയ്യുക? പേര് കൂടുക, അതിന്റെ ഡെസിഗ്നേഷൻ കൂടുക അല്ലെ. അൽ ഖാരിഅ, അൽ ഹാഖ, അസ്സാഅ, യൗമുൽ ഖിയാമ, യൗമുൽ ഹിസാബ് അല്ലെ, യൗമുദ്ദീൻ. എത്ര പേരുകളിൽ അള്ളാഹ് ആ മഹാസംഭവത്തെ പറ്റി പറഞ്ഞു. ഇവിടെ അസ്സാഅ എന്ന് ഉപയോഗിച്ചു. മക്കക്കാർ പറയും ലാ തഅതീന സ്സാഅ, ഞങ്ങളിലേക്ക് സാഅത്ത് വരൂല, അന്ത്യസമയം വരൂല, അഥവാ ഞങ്ങൾ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്കില്ല എന്ന് അവർ പറയാം. എന്നിട്ട് അപ്പൊ നബിനോട് പറയാം, കുൽ, നബിയെ പറ, ബലാ വറബ്ബി. ബലാ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, വറബ്ബി എന്റെ റബ്ബാണ് സത്യം. ആ വാവെന്താ? വാവുൽ കസമാണ്. വല്ലാഹി എന്നറിയില്ലേ? വറബ്ബി എന്റെ റബ്ബാണ് സത്യം. ലതഅതിയന്നകും, നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും, അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ആലിമുൽ ഗൈബ്, അദൃശ്യമറിയുന്ന അള്ളാഹുവാണ് സത്യം. ഈ ആലിമുൽ ഗൈബിനെ നേരത്തെ പറഞ്ഞ ആയത്തിലേക്ക് ചേർത്ത് വായിക്കുക. ആകാശഭൂമികളിലുള്ള സകലതിനെയും പറ്റി ഹക്കീമായ ഖബീറായ, ഭൂമിയിലേക്ക് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്തിലേക്ക് കയറുന്നതും ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും എല്ലാത്തിനെ സംബന്ധിച്ചും അറിയുന്ന റഹീമായ ഗഫൂറായ അള്ളാഹുലെ ആലിമുൽ ഗൈബ്, അവൻ അദൃശ്യത്തെ സംബന്ധിച്ച് അറിയുന്നവൻ, അവനാണ് സത്യം. അന്ത്യസമയം നിങ്ങളിലേക്ക് വരിക തന്നെ
ചെയ്യും. റബ്ബ് പറയും ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറ. നമുക്ക് അവസാനിപ്പിക്കാം. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറ. ഒരു അണുമണി തൂക്കം പോലും അവൻ എന്താകൂല, അദൃശ്യമാകൂല. അസബ യഅ്സുബു എന്നുള്ള വാക്കാണ്. ശരിക്ക് അസബ യഅ്സുബു എന്നാൽ ഗൈബ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാം. ലാ യഗീബു, അവനിൽ മറഞ്ഞു നിൽക്കുന്നതല്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു പോയ കാര്യമല്ല. എന്ത്? മിസ്ഖാലു ദർറത്തിൻ, ഒരു അണുമണി തൂക്കം പോലും. മിസ്ഖാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇംഗ്ലീഷിലാണ് ഈ മിസ്ഖാൽ നമ്മൾ പറയും. മിസ്ഖാൽ തഖീൽ എന്നറിയില്ല, ഭാരമുള്ളത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഈ ആയത്ത് വേറെയും പറഞ്ഞില്ല അല്ലാഹ്. എന്താണ് ഫമൻ സഖുലത് മവാസീൻ. എന്താ സഖുല? സഖുല എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാരം തൂങ്ങാന്നാണ്. ഇവിടെ മിസ്ഖാൽ ദർറത്തിൻ, ദർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു അണുമണി തൂക്കത്തിനാണ് ദർറത്ത് എന്ന് പറയാം. ചില മുഫസ്സിറുകൾ പറഞ്ഞു റിജുലുൻ നംല, ഒരു ഉറുമ്പിന്റെ കാലിനോളം നേർച്ചത്. അതുപോലും അള്ളാഹുവിൽ നിന്ന് എന്തല്ല, മറഞ്ഞതല്ല. അള്ളാഹ് ദർശനം. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലും നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചതൊക്കെ നന്നായി അറിയുന്നവനാണ് അള്ളാഹ് എന്നാ ബോധ്യപ്പെടുത്തുന്നത്. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ഭൂമിയിലോ ആകാശത്തോ മുക്കിലും മൂലയിലും ഒരു തരി പോലും അള്ളാഹുവിൽ നിന്ന് എന്തല്ല, മറഞ്ഞിട്ടില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. എന്നിട്ട് അതിന്റെ കൂടുതൽ അതിന്റെ ഗാംഭീര്യതയെ ഉണർത്താൻ ലാ വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു. ഇനി ദർറത്തിനേക്കാളും അല്ലെ, ആ ഒരു മിസ്ഖാലിനേക്കാളും എത്ര ചെറുതായാലും എത്ര വലുതായാലും അള്ളാഹ് അത് അറിയുന്ന. അവനിൽ നിന്ന് എന്തല്ല, മറഞ്ഞതല്ല. ഒരു ആന മുതൽ ഒരു കുഞ്ഞു ഉറുമ്പിന്റെ കാല് വരെ അള്ളാഹുവിൽ നിന്ന് എന്തല്ല, മറഞ്ഞതല്ല. അത് പ്രവിശാലമായ ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സകലതിനെയും പറ്റി അള്ളാഹു റബ്ബ് പറയും ഇല്ലാ ഫി കിതാബിൻ മുബീൻ. എല്ലാം വ്യക്തമായ ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇത് കിതാബ് മുബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുലെ അതിനെ കണക്കാക്കി വെച്ചിട്ടുള്ളതാണെന്ന് അർത്ഥം. അള്ളാഹു അതിനെ രേഖപ്പെടുത്തി. എന്തിനാണ് ഇത് ഇങ്ങനെ അള്ളാഹ് ഈ സംഭവം പറഞ്ഞത്? നമ്മൾ ലാസ്റ്റ് ഓതി ആയത്തത്. ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മളിപ്പോൾ ഇത്രയും ആയത്ത് ഓതിയില്ലേ, അള്ളാഹിനെ പറ്റി പറഞ്ഞില്ലേ, അള്ളാഹ് അറിയുന്നു എന്നറിയില്ല. എന്തിനാണ്? ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങൾക്ക് ജസാവ് കൊടുക്കാൻ, കൂലി തരാൻ. ഇതൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അള്ളാഹ് എന്ത് ചെയ്യും അല്ലെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാത്തിനെയും പറ്റി അള്ളാഹ് അറിയുന്നവനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? കൂലി. മനസ്സിലുണ്ടായാൽ പോരാ, വഅമിലുസ് സ്വാലിഹാത്ത്. അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ദുനിയാവിന് വേണ്ടിയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കൽ എന്തിനു വേണ്ടിയാ? ദുനിയാവിന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. അള്ളാഹു ആഖിറത്തിന് വേണ്ടി അമല് ചെയ്യുന്നവർക്ക്, അള്ളാഹു വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു ജസാ നൽകും. അള്ളാഹിന്റെ കൂലി വിശാലല്ലേ? അതാണ് നമ്മൾ ജസാക്ക് അള്ളാഹു ഖൈറാന്ന് പറഞ്ഞില്ലേ. റബ്ബ് പറയാം എന്താണ് അവർക്കുള്ള ജസാ? ഉലൈക ലഹും മഗ്ഫിറ. അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. ഗഫൂർ എന്ന് പറഞ്ഞില്ല അള്ളാഹ്. ചോദിച്ചാൽ മതി അള്ളാഹ് തരുന്ന. ചോദിച്ചാൽ മതി അള്ളാഹ് തരും. ചോദിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നാണ്. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത പറഞ്ഞു ബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും മുസ്തഗ്ഫിരീങ്ങളാ. ജീവിതത്തിലെ തിന്മകളിൽ മഗ്ഫിറത്തിനെ ചോദിക്കുന്നവരാ. ധാരാളം ചോദിക്കുക. എപ്പോഴാ അള്ളാഹ് തരാന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് നിമിഷമാണ് അള്ളാഹു അത് നമുക്ക് കനിഞ്ഞരുളുക എന്ന് പറയാൻ സാധിക്കൂല. അതാണ് എന്താ ഉലൈക ലഹും മഗ്ഫിറ. അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്തുണ്ട് അവർക്ക്. വരിസുഖുൻ കരീം, മാന്യമായ ഉപജീവനവുമുണ്ട്. റിസുഖുണ്ട്, ഇഹത്തിലും ഉണ്ട് പരത്തിലും അല്ലെ. അള്ളാഹു അവർക്ക് എന്ത് ചെയ്യും? റിസുഖ് നൽകുന്നു. അത് അള്ളാഹിന്റെ വാക്കാൻ. അള്ളാഹു സൗഭാഗ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സൂറത്ത് സബ 54 ആയത്തുകളിൽ 4 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും അത് പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഖുർആൻ നമ്മുടെ ഹൃദയ വസന്തമാക്കി തരട്ടെ. ഖുർആൻ നന്നായി ഓതുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. രാവും പകലും ഇതിനെ പാരായണം ചെയ്യാനുള്ള ക്ഷമയും അതിനുള്ള അറിവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ മഗ്ഫിറത്തും അവന്റെ റിസ്ക്കും അള്ളാഹു നമുക്ക് കനിഞ്ഞരുൾമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിലെ നല്ല നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവിടെ സതുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. പല പ്ലാനുകളുള്ളവരുണ്ട്. അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കട്ടെ. അള്ളാഹു അവരെ സഹായിക്കട്ടെ. ജീവിതത്തിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അസുഖമുള്ളവർ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. കടമുള്ളവർ അവരുടെ കടം ഹലാലായ മാർഗത്തിലൂടെ വിട്ടാണ് തൗഫീഖ് നൽകട്ടെ. ഈ ദീനിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ അള്ളാഹു അവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. ആഫിയത്തും മഗ്ഫിറത്തും റഹ്മത്തും ചൊരിയുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.